നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിലെ 2 സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം. സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തും. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജു അപ്സര. അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂട്യൂബ് വ്ളോഗേഴ്സായ ബുൾജറ്റ് സഹോദരങ്ങൾ സഞ്ചരിച്ച കാർ ചെറുപ്പശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ടു. കുടുംബസമേതം സഞ്ചരിച്ച കാർ എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 6 പേർക്ക് പരിക്ക്. പട്ടാമ്പിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. മണ്ണാർക്കാട് മേഖലയിൽ നേന്ത്രക്കായ ഉൽപാദനത്തിൽ വൻ ഇടിവ്. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും തിരിച്ചടിയായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ 200 ടൺ കുറവുണ്ടായെന്ന് കർഷകർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മലപ്പുറം ജില്ലയിലെ 2 സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുകയെന്നും അദ്ദേഹം അറിയിച്ചു. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ജില്ലയിൽ 2 സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യത്തിൽ ഉച്ചഭക്ഷണ പാചകപ്പുര, പാത്രങ്ങൾ, വാട്ടർ ടാങ്ക്, ടോയ്ലറ്റുകൾ, ഉച്ചഭക്ഷണ സാമഗ്രികൾ തുടങ്ങിയവ പരിശോധിക്കുമെന്നും ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുമെന്നും ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ഉപയോഗിച്ച് ഓഡിറ്റോറിയങ്ങളിലും മറ്റും വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇത് തടയാൻ ഓഡിറ്റോറിയങ്ങളിലും മറ്റും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. ലൈസൻസ് ഉള്ള കാറ്ററേഴ്സ് മാത്രമേ ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്നും കളക്ടർ നിർദ്ദേശിച്ചു. SSLC വിജയിച്ച മുഴുവൻ പേർക്കും പ്രവേശനം ലഭിക്കുന്ന വിധം +1 സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്ന് MLAമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. +1 പ്രവേശനം ലഭിക്കാത്ത അപേക്ഷകർ കൂടുതലുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടങ്ങളിലെ സ്കൂളുകളിൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിധത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്ന് ഹയർ സെക്കൻഡറി മേഖലാ ഉപമേധാവി ഡോക്ടർ PA അനിൽ യോഗത്തിൽ അറിയിച്ചു. RMSA പദ്ധതി പ്രകാരം അനുവദിച്ച ജില്ലയിലെ 21 ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിൽ താൽക്കാലിക ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കാൻ ശുപാർശ നൽകുമെന്നും ഹയർ സെക്കൻഡറി മേഖലാ ഉപമേധാവി അറിയിച്ചു. ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം ശരിയായി നടന്നിട്ടില്ലെന്നും ഇതാണ് മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇടയാക്കിയതെന്നും P. അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചാൽ ഉടൻ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കാനാവുമെന്ന് അഡ്വക്കേറ്റ് UA ലത്തീഫ് MLAയുടെ ചോദ്യത്തിന് മറുപടിയായി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ അറിയിച്ചു. മലപ്പുറം മേൽമുറിയിൽ 3 പേർ മരിച്ച അപകടത്തിൽ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് വൈകിയത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യം ആവർത്തിക്കാതിരിക്കാൻ പോലീസ് ജാഗ്രത കാണിക്കണമെന്നും P. ഉബൈദുള്ള MLA ആവശ്യപ്പെട്ടു. മലപ്പുറം KSRTC ബസ് ടെർമിനൽ നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് MLAയുടെ ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. മലപ്പുറം കോട്ടക്കുന്നിൽ മഴക്കാലത്തെ മണ്ണിടിച്ചിൽ തടയുന്നതിന് ഡ്രൈനേജ് നിർമ്മിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും P. ഉബൈദുള്ള MLA ആവശ്യപ്പെട്ടു. പരപ്പനങ്ങാടി ലെപ്രസി കോളനി നിവാസികൾക്ക് പട്ടയം അനുവദിക്കുന്നത് അവസാന ഘട്ടത്തിലാണെന്നും ജൂലൈ 15 ശേഷം നടക്കുന്ന പട്ടയമേളയിൽ വെച്ച് പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നും KPA മജീദ് MLAയുടെ ചോദ്യത്തിനുത്തരമായി റവന്യൂ വകുപ്പ് അറിയിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണം ജില്ലയിൽ പൂർത്തിയായോ എന്ന് TV ഇബ്രാഹിം MLA ചോദിച്ചു. പാഠപുസ്തക വിതരണം പൂർത്തിയായതായി വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. 69,10,401 പാഠപുസ്തകങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തത്. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള കൈത്തറി യൂണിഫോം വിതരണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാവുമെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. ഉപയോഗശൂന്യമായ കോറികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വീണ് കുട്ടികൾ മരിക്കുന്നത് തടയാൻ കോറികൾ മണ്ണിട്ട് മൂടുകയോ വേലികെട്ടി തിരിക്കുകയോ ചെയ്യണമെന്നും TV ഇബ്രാഹിം MLA ആവശ്യപ്പെട്ടു. ഇതിനായി ഉപയോഗശൂന്യമായ കോറികളുടെ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലുള്ള എണ്ണം നൽകാൻ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K. മണികണ്ഠൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T. ജ്യോതിമോൾ,
വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും രാജു അപ്സര ആവശ്യപ്പെട്ടു. സംഘടന പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാര ലൈസൻസ് പുതുക്കുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ജൂൺ 30 മുമ്പ് ചർച്ച ചെയ്യാമെന്ന വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയതാണ്. എന്നാൽ ഇതിന് തയ്യാറായില്ല. ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്തവർക്ക് പോലും നിർബന്ധിച്ച് ഫീസ് അടപ്പിക്കുന്നു. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മറുപടി നൽകും. സർക്കാരിൻ്റെ നയങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖല ഭാവിയിൽ ഉണ്ടാകില്ലെന്നും കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും രാജു അപ്സര പറഞ്ഞു. യാതൊരുവിധമായ താല്പര്യപൂർവ്വം സമീപനം ഗവൺമെന്റ് എടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല. എല്ലാവരും വ്യാപാരികളെ ക്രൂശിക്കുന്നു. പലരും എനിക്ക് മനസ്സിലായിടത്തോളം കോർപ്പറേറ്റിന്റെ ഏജന്റുമാരായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ ആളില്ല. ഒരുപക്ഷെ ബാബുക്കോട്ടയിൽ പാലക്കാട് ഒരു MLA ആയിട്ട് വന്ന ഒരു പരിധിവരെ പ്രശ്നത്തിൽ നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നടക്കുകയുള്ളൂ. നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയായാലും കേരളത്തിലായാലും പരിഹാരം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരുടെ ചെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഗർവമാണ്. അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. നമ്മളെ മുതലാളിമാരായിട്ടാണ് കാണുന്നത്. നമ്മളെ തള്ളി പറയുമ്പോൾ കയ്യടി കിട്ടുന്നത് അന്തമായ ധാരണയാണ്. കുളപ്പുള്ളിയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബുക്കോട്ടയിൽ അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി, എസ് ദേവരാജൻ, തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, KV അബ്ദുൽ ഹമീദ്, K അഹമ്മദ് ഷരീഫ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് 2024-2026 കാലയളവിലേക്കുള്ള ജില്ലാ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി ബാബുക്കോട്ടയിലിനെയും ജില്ലാ ജനറൽ സെക്രട്ടറിയായി KA ഹമീദിനെയും വീണ്ടും തിരഞ്ഞെടുത്തു. KK ഹരിദാസാണ് ട്രഷറർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷനിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി. സിവിൽ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധ സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അധികാരികളെ കണ്ടുതുറക്കൂ, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. അധികാരികളെ കണ്ടുതുറക്കൂ, ഒന്നുണ്ടെങ്കിൽ കണ്ടുതുറക്കൂ. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപം റോഡിൽ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടത് ഗതാഗതക്കുരുക്ക് ഒന്നും കൂടി രൂക്ഷമാകുന്നതിന് കാരണമായിട്ടുണ്ട്. വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗത കുറയ്ക്കുന്നത് കാരണം ഗതാഗതക്കുരുക്കിന് ഒന്നും കൂടി ആക്കം കൂട്ടുന്ന സ്ഥിതിയാണുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷനിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. യൂത്ത് കോൺഗ്രസ് മങ്കട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതോടെ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ ഉപരോധ സമരം നടത്തുകയായിരുന്നു. ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം KS അനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഉദ്യോഗസ്ഥർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് KS അനീഷ് കുറ്റപ്പെടുത്തി. അങ്ങാടിപ്പുറത്തിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ 10-15 ദിവസമായി അങ്ങാടിപ്പുറം ടൗണിലൂടെ ഒരാൾക്ക് കടന്നു പോകണമെങ്കിൽ, ഒരു വണ്ടിക്ക് കടന്നു പോകണമെങ്കിൽ 40-45 മിനിറ്റാണ് സമയമെടുക്കുന്നത്. ആ 40-45 മിനിറ്റ് സമയമെടുക്കേണ്ട സമയമെടുത്തുകൊണ്ട്
വണ്ടികൾ യാത്ര ചെയ്യുന്നു. ഈ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആശുപത്രി നഗരമാണ്, ആശുപത്രി സിറ്റിയാണ്, ഹോസ്പിറ്റൽ സിറ്റിയാണ്. ആ ഹോസ്പിറ്റൽ സിറ്റിക്കകത്ത് വരുന്ന ആംബുലൻസുകൾ വരെ 40-45 മിനിറ്റും പിടിച്ചടേണ്ട ഗതികേടിലേക്ക് അങ്ങാടിപ്പുറം മാറുകയാണ്. മേൽപ്പാലത്തിന്റെ താഴെയുള്ള കുണ്ടും കുഴികളുമാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഇതിലുള്ള ആളുകളൊക്കെ അങ്ങാടിപ്പുറംകാരാണ്. പ്രധാനമായി അങ്ങാടിപ്പുറത്ത് ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം, ആ മേൽപ്പാലത്തിന്റെ താഴെയുള്ള കുണ്ടും കുഴിയും അടച്ച് മേൽപ്പാലത്തിന്റെ മുകളിൽ ഒന്ന് റീടാർ ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് അങ്ങാടിപ്പുറത്ത് എന്നുള്ളത്. അതിനുവേണ്ടി പൈങ്കടയിലെ പ്രിയപ്പെട്ട ജനപ്രതിനിധി, നമ്മുടെ പ്രിയപ്പെട്ട MLA നിരവധി തവണ നാഷണൽ അതോറിറ്റിയുമായി, ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ട്. അന്ന് സംസാരിക്കുന്ന മുഴുവൻ സമയത്തും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും KS അനീഷ് പറഞ്ഞു. ഞങ്ങളൊരു ഉപരോധ സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ ഉപരോധ സമരത്തായതുകൊണ്ട് മാത്രമാണ് വളരെ കുറഞ്ഞ ആളുകളുമായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ സമയം ചോദിക്കേണ്ടി വരും എന്നവരെ ബോധ്യപ്പെടുത്താൻ, ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. പോലീസല്ല, പട്ടാളമല്ല, ആര് തന്നെ ഇവിടെ വന്ന് നിന്നാലും അതിനെ ഒന്നും തടയാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സമരം ഞങ്ങൾ മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും പുറത്തൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രശ്നം പരിഹരിക്കണം. ഈ പ്രശ്നത്തിന് പരിഹാരം കാരണം. മങ്കട മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷെഫീഖ് വടക്കേതിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജബ്ബാർ KP, ഷാഹിദ് ആനക്കയം, KSU മണ്ഡലം പ്രസിഡന്റ് ഷഹീൻ PK, PT മാത്യു, സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ കുത്തിരിപ്പ് സമരമാണ് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അധികാരികളെ കണ്ടുതുറക്കൂ, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. കോലം മാറും, ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം മാറും, കോലം മാറും, സമരം മാറും, കോലം മാറും, സമരം മാറും, കോലം മാറും. പ്രമുഖ യൂട്യൂബ് വ്ളോഗേഴ്സായ ഈബുൾ ജെറ്റ് സഹോദരങ്ങൾ സഞ്ചരിച്ച കാർ ചെറുപ്പശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ടു. ഇവർ കുടുംബസമേതം സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 6 പേർക്ക് പരിക്കേറ്റു. വേളാങ്കണ്ണിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്നതിനിടെ ശനിയാഴ്ച രാവിലെ 10:30യോടെയാണ് യൂട്യൂബ് വ്ളോഗർമാരായ ഈബുൾ ജെറ്റ് സഹോദരങ്ങളും കുടുംബവും സഞ്ചരിച്ച കാർ ചെറുപ്പശ്ശേരി കാർലമണ്ണയ്ക്കടുത്ത് ആലിയക്കുളത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സഹോദരങ്ങളായ എബിനും ലിബിനും ഇവരുടെ മാതാപിതാക്കളായ വർഗീസ്, അന്നമ്മ, എബിൻ്റെ ഭാര്യ അഭിരാമി, 3 വയസ്സുള്ള മകൻ മൈക്കിൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. എതിരെ ഇടിച്ച കാറിലുണ്ടായിരുന്ന ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് സ്വദേശി മുനവർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടതുകൈക്ക് പരിക്കേറ്റ ലിബിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മറ്റുള്ളവരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത്. ഇടിയുടെ ആഘാതത്തിൽ മുൻവശം തകർന്ന കാറുകൾ JCB ഉപയോഗിച്ചാണ് റോഡിൽ നിന്ന് നീക്കിയത്. കൂട്ടിയിടിച്ച കാറുകളിൽ നിന്ന് റോഡിൽ ഒഴുകിയ ഗ്രീസും ഓയിലും ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. പട്ടാമ്പി ആമയൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. ആർക്കും കാര്യമായ പരിക്കില്ല. സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ആമയൂർ വളവിൽ തെന്നിമാറിയ ടൂറിസ്റ്റ് ബസ് സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. യാത്രക്കാർ വാഹനത്തിലുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്കില്ല. സ്വകാര്യ ബസ്സിൻ്റെ മുൻവശത്തെ ഗ്ലാസുകൾ പൂർണ്ണമായും തകർന്നു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് മേഖലയിൽ നേന്ത്രക്കായ ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവുമാണ് ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തിയത്. ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കായ എത്തിക്കേണ്ടി വരും. മുൻവർഷത്തെ അപേക്ഷിച്ച് പകുതിയിലേറെയാണ് ഇത്തവണ ഉൽപ്പാദനത്തിൽ കുറവ് വന്നത്. 200 ടണ്ണിന്റെ കുറവ് മണ്ണാർക്കാട് മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. സംസ്ഥാനത്തെ തൃശൂർ മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിലേക്ക് മണ്ണാർക്കാട് നിന്നുള്ള നേന്ത്രക്കായയാണ് ഓണത്തിന് കയറ്റി അയച്ചിരുന്നത്. ഇത്തവണ പാലക്കാട്ടുകാർക്ക് തന്നെ ജില്ലയിലെ നേന്ത്രക്കായ തികയാത്ത സാഹചര്യമുണ്ടാകുമെന്നാണ് കർഷക കൂട്ടായ്മയുടെ വിലയിരുത്തൽ. ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് ഇറക്കിയ കൃഷി പല വിധത്തിൽ നശിച്ചതാണ് ഉൽപ്പാദനം കുറയാൻ കാരണം. കനാൽ വെള്ളവും പുഴകളിലെയും തോടുകളിലെയും വെള്ളവും പ്രതീക്ഷിച്ച് ഇറക്കിയ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങി. വെള്ളം അത്യാവശ്യമായ സമയങ്ങളിൽ ഡാമുകളിൽ നിന്ന് വെള്ളം കിട്ടാതെ വന്നതോടെ 10,000-കണക്കിന് വാഴകളാണ് കരിഞ്ഞുണങ്ങിയത്. പ്രധാനമായും മണ്ണാർക്കാട് മേഖലയിലെ തെങ്കര, കുമരമ്പത്തൂർ, കോട്ടോപ്പാടം, അലനല്ലൂർ, കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ വാഴക്കൃഷി ഉണങ്ങി. കടുത്ത ചൂടിൽ വാഴയുടെ തണ്ട് ഉണങ്ങി ഒടിയുകയായിരുന്നു. മഴ തുടങ്ങിയതോടെ അതും വാഴക്കൃഷിക്ക് ദോഷമായി. കൃഷിയിൽ വെള്ളം കയറിയും പുഴ ഗതിമാറി ഒഴുകിയും വാഴകൾ നശിച്ചു. ഇതിനെല്ലാം പുറമെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടിയായതോടെ വാഴക്കൃഷി ഇത്തവണ പൂർണ്ണമായും നഷ്ടത്തിലായി. പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മണ്ണാർക്കാട്. ശ്രീകൃഷ്ണപുരത്തെ നെറ്റ് സീറോ കാർബൺ ഗ്രാമമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ശില്പശാല പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. വിവിധ പരിശീലനങ്ങൾക്കു ശേഷം മൊബൈൽ ആപ്പിന്റെയും കൂടി സഹായത്തോടെ പരിശീലനം നേടിയ വളണ്ടിയർമാർ ഗ്രാമപരിധിയിൽ വിവിധ മേഖലകളിലൂടെ പുറന്തള്ളപ്പെടുന്ന കാർബൺ വാതകത്തിന്റെ അളവുകൾ രേഖപ്പെടുത്തും. ഇവ ശാസ്ത്രീയമായി വിലയിരുത്തി നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങൾക്ക് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കും. ഗ്രാമപരിധിയിൽ വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളോടൊപ്പം ഉറവിട മാലിന്യ സംസ്കരണം, ഹരിതവൽക്കരണം, ശുചിത്വ പരിപാലനം, ജലസംഭരണം, സ്ഥാപനങ്ങളിലും മറ്റുമായുള്ള ഗ്രീൻ ഗ്രേഡിംഗ്, തരിശുഭൂമികളിൽ ഭക്ഷ്യവിളകൾ, നെൽകൃഷി വ്യാപനം തുടങ്ങിയ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ നെറ്റ് സീറോ കാർബൺ പദ്ധതിയിൽ ഉൾപ്പെടും. വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, ഹരിത കർമ്മസേന, തൊഴിലുറപ്പ്, പരിസ്ഥിതി പ്രവർത്തകർ, വ്യാപാരികൾ, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളുടെ സംയോജനത്തിലൂടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കും. നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥാ സ്വഭാവമല്ല ഇപ്പോ നമ്മൾ ഇത്രയും പ്രായമായപ്പോഴുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് നമുക്ക് ജൂൺ 1 സ്കൂൾ തുറക്കണം. അന്ന് നമ്മൾ വലിയ മഴയോട് കൂടിയിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകണം. പിന്നെ നമുക്കറിയാം മീനമാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള ഒരു സമയമാണ് എന്നൊക്കെ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഞാറ്റുവേലകളെ സംബന്ധിച്ച് നമ്മൾ മുൻകാലങ്ങളിൽ നമുക്ക് എങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെയാണ് മഴ പെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സെയ്ദലവി വിഷയം അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ, എം സുമതി, ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ, പഞ്ചായത്ത് സെക്രട്ടറി എസ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സ്ഥാപന മേധാവികൾ, പൊതുപ്രവർത്തകർ എന്നിവരടക്കം 100 പേർ ശില്പശാലയിൽ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ഏലംകുളം EMS സ്മാരക മന്ദിരത്തിലാണ് 2 ദിവസത്തെ ക്യാമ്പ് നടന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന പഠന ക്യാമ്പ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരാശിക്കുണ്ടാകുന്ന ഏത് പ്രയാസങ്ങളിലും ആ പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അത് കാരണക്കാരായവർ നടപ്പാക്കുന്ന നടപടികളെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധവും അപലപിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് നമ്മൾ പോകാറുള്ളത്. ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ യുദ്ധമായാലും പലസ്തീൻ വിമോചന, പലസ്തീനിൽ നടക്കുന്ന പോരാട്ടങ്ങളായാലും എല്ലാം നമ്മൾ അതിനെ കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ്. കാരണം സാമ്രാജ്യത്വം അവരുടെ യുദ്ധക്കൊതിയുടെ ഭാഗമായി അവരുടെ ഏറ്റവും വലിയ കമ്പോളം എന്ന് പറയുന്നത് ആയുധം വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ചു. VT സോഫിയ സംസാരിച്ചു. നവകേരളവും സ്ത്രീകളും എന്ന വിഷയത്തിൽ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി N സുകന്യ, വർഗീയതയുടെ സാമ്പത്തിക മാനങ്ങൾ എന്ന വിഷയത്തിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ശശികുമാറും, വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ പ്രദീപൻ മാലോത്തും ക്ലാസ് എടുത്തു. സ്ത്രീ പദവി എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷനും ചർച്ചയും നടന്നു. അഡ്വക്കേറ്റ് KP സുമതി മോഡറേറ്റർ ആയിരുന്നു.
ക്വിസ് പ്രോഗ്രാമും ക്യാമ്പ് ഫയറും സംഘടിപ്പിച്ചു. 2ാം ദിവസം യോഗ ക്ലാസ്സോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. മതം, വിശ്വാസം, ആൺകൊയ്മ എന്ന വിഷയത്തിൽ അനിൽ ചേമ്പ്രയും സ്ത്രീ നിയമം, സാമൂഹ്യ ഇടപെടൽ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ആയിഷയും സ്ത്രീ സമൂഹം, സംസ്കാരം എന്ന വിഷയത്തിൽ KEN കുഞ്ഞഹമ്മദും ക്ലാസ് എടുത്തു. ഒറ്റപ്പാലത്ത് P. കുഞ്ഞിരാമൻ മാസ്റ്റർ പഠനകേന്ദ്രം നടത്തിയ T. ശിവദാസ് മേനോൻ അനുസ്മരണത്തിൽ ഇരുണ്ട കാലത്തെ മാധ്യമങ്ങൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും പത്രപ്രവർത്തകനുമായ പ്രബീർ പുരകായസ്ഥ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലത്ത് P. കുഞ്ഞിരാമൻ മാസ്റ്റർ പഠനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ T. ശിവദാസൻ മേനോൻ അനുസ്മരണത്തിൽ ഇരുണ്ട കാലത്തെ മാധ്യമങ്ങൾ എന്ന പേരിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അധികാരമുള്ളവരെ പ്രീണിപ്പിക്കുന്ന നയമാണ് മാധ്യമങ്ങൾ പിന്തുടരുന്നതെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും പത്രപ്രവർത്തകനുമായ പ്രബീർ പുരകായസ്ഥ അഭിപ്രായപ്പെട്ടു. Organized presence, content is professionally created, politically driven, and this is what you see. This is one way to do it. What is the content? The content is divisive. It is hatred. It is crude attacks on other communities, crude attacks on Rahul Gandhi, on our left leadership, but crude attacks. And this virals because they have built an organization around it. That's an organization we should not even attempt to build, because that only works with a kind of mindset where whatever Mr. Modi says, right or wrong, there will be a set of people who will blindly press the button. പഠനകേന്ദ്രം ഡയറക്ടർ NN കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഗീത ഹരിദാസൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MR മുരളി, M. ഹംസ, PA ഗോകുൽദാസ്, ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് ജനറൽ ബോഡി യോഗം ചേർന്നു. കുട്ടികൾക്ക് അനുമോദനം, രോഗികൾക്ക് ധനസഹായ വിതരണം എന്നിവയും ഉണ്ടായി. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ 17ാമത് ജനറൽ ബോഡി യോഗമാണ് ചെർപ്പശ്ശേരിയിൽ വെച്ച് നടന്നത്. ജില്ലാ പ്രസിഡന്റ് രാജൻ ശമയം യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത് നമ്മളെല്ലാം കൂട്ടിപ്പിടിച്ച് കൂടെ കൊണ്ടു നടന്ന് 14 ജില്ലകളിലും രൂപീകരണം കഴിഞ്ഞ ഈ സംഘടനയുടെ ഏറ്റവും വലിയ സ്ഥാപക നേതാവ്, സംസ്ഥാന ചെയർമാനായിരുന്ന നമ്മുടെ രാജാ സാഹിബ്, അദ്ദേഹം കുടുംബവും വീടും മക്കളെയും എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ കേരള സ്റ്റേറ്റ് യൂത്ത് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന് ഒരു നാഥൻ വേണം എന്നുള്ള ഒരേ സംഭവത്തിൽ കുറേ ഇവിടെ ഇരിക്കുന്ന താലൂക്കിന്റെ നേതാക്കന്മാരും എല്ലാവരും കൂടെ ഉണ്ട്. അവരെയൊക്കെ ഓരോ താലൂക്കിലും പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പാലക്കാട് ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചതാണ്. താലൂക്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായി. കൺവീനർ സലീം ചെർപ്പശ്ശേരി, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കനിവ് പദ്ധതി സംഘടനയിലെ 15 കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം, രോഗികൾക്ക് മരുന്നിനുള്ള ധനസഹായ വിതരണം എന്നിവയുമുണ്ടായി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വളർത്തുനായക്കുട്ടി മോഷണം പോയതായി പരാതി. മണ്ണാർക്കാട് സ്വദേശി ബഷീറാണ് തന്റെ നായയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയെന്ന പരാതിയുമായി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ബഷീറിന്റെ മണ്ണാർക്കാട്ടെ കോടതിപ്പടിയിലെ വർക്ക്ഷോപ്പിൽ കെട്ടിയിട്ട നായക്കുട്ടിയെ വ്യാഴാഴ്ച വൈകിട്ട് 4:30 കാണാതാവുകയായിരുന്നു. തുടർന്ന് CCTV പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയിലെത്തിയ ആൾ നായയെ ഓട്ടോയിലേക്ക് കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. CCTV ദൃശ്യങ്ങളിൽ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല. തുടർന്നാണ് ബഷീർ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. 2 മാസം മുമ്പാണ് ബഷീറിന് നായക്കുട്ടിയെ ലഭിച്ചത്. അന്നു മുതൽ കുട്ടു എന്ന ഓമന പേരിൽ അരുമയായി വളർത്തുകയായിരുന്നു. വ്യാഴാഴ്ച ഒരു 4 മണിക്ക് 4:40 സംഭവം. ഒരു ഓട്ടോക്കാരൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണേ. കുട്ടുവിനാണ് ഞങ്ങൾ വിളിക്കുക. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2.5 മാസത്തിനടുത്തായി. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഹെൽപ്പറുണ്ട്. ആളാണ് കൂടുതലാണ് കെയർ ചെയ്തിരുന്നത്. കൊണ്ടുപോയപ്പോൾ അതിന് വിഷമമായിട്ട് 2 ദിവസമായി ഇപ്പോൾ അവൻ ലീവായിട്ട് വരില്ല. അവൻ കരയാണ് വീട്ടിലിരുന്നിട്ട്. അത്രയും നല്ലതായിട്ട് ഞങ്ങളോട് ഇണക്കം വന്നിരുന്നു കുട്ടികൾ.
ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു ഇന്നലെ പോയിട്ട്. പിന്നെ CCTVയിലുണ്ട്, കുറച്ച് ലോങ് ആയതുകൊണ്ട് കാരണം അത് വ്യക്തമാവണില്ല, നമ്പർ വ്യക്തമാവണില്ല, ഓട്ടോയുടെ നമ്പർ വ്യക്തമാവണില്ല. കൊണ്ടേ ആൾ നല്ലൊരു മനസ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് കുറഞ്ഞ് ഏൽപ്പിച്ച് തരണമെന്നാണ്. വളരെ അബദ്ധം പറ്റി കൊണ്ടേതാവും, എന്നാലും ഞങ്ങൾക്കത് നല്ലൊരു മനസ്സിലത് കാണുന്ന ആൾ നല്ലൊരു മനസ്സിൻ്റെ എൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് തിരിച്ചെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരുന്നു. അമ്പലപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് TV നൽകിക്കൊണ്ട് മാതൃകയായി അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് TV ഏറ്റുവാങ്ങിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് TV നൽകിക്കൊണ്ടാണ് അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് മാതൃകാ പ്രവർത്തനം നടത്തിയത്. ബാങ്കിന്റെ പുതുനന്മ ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിക്കൊണ്ട് നടത്തുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തവണ ആശുപത്രിയിലേക്ക് TV നൽകിയത്. ബാങ്ക് പ്രസിഡന്റ് മേജർ രവീന്ദ്രൻ, സെക്രട്ടറി M മോഹൻകുമാർ എന്നിവരിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് TV ഏറ്റുവാങ്ങിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അശ്വതി, P മുഹമ്മദ് ഖാസിം, ബ്ലോക്ക് മെമ്പർ സ്മിത, അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി M സുബ്രഹ്മണ്യൻ, ഡോക്ടർ ധനേഷ്, ബാങ്ക് ഡയറക്ടർമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപമ, ഹെൽത്ത് സൂപ്രണ്ട് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചെറുപ്പളശ്ശേരി കാറൽമണ്ണ CCST കോളേജിന്റെ കീഴിൽ മോണ്ടി കിഡ്സ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പളശ്ശേരി ബൂൺ ഡ്രൈവിംഗ് സ്കൂളിന്റെ താഴെ മലപ്പുറം സ്റ്റോറിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് CCST കോളേജിന്റെ കീഴിൽ മോണ്ടി കിഡ്സ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രക്ഷിതാക്കളും അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും വലിയ മുതൽ മുടക്ക് ഇന്ന് സർക്കാരുകളും നമ്മുടെ വ്യക്തികളും മുടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. സർക്കാരിന്റെ മുതൽ മുടക്കായാലും നമ്മുടെ രക്ഷിതാക്കളും എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര മുതൽ മുടക്കാനും എത്ര വായ്പ എടുക്കാനും ഒക്കെ തന്നെ തയ്യാറുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് അടിത്തറയിടുന്ന ചെറിയ കുട്ടിക്കാലത്ത് പഠനത്തിലൂടെ അല്ലാതെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെ? ECTC സെക്രട്ടറി CG ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മോണ്ടി കിഡ്സ് ഡയറക്ടർമാരായ സുബൈർ നെല്ലിക്കാപ്പറമ്പ്, മെഹജബിൻ, സേതുമാധവൻ K, ബാലകൃഷ്ണൻ C, നഗരസഭാ കൗൺസിലർ അബ്ദുൽ ഗഫൂർ, രാമകൃഷ്ണൻ C, എജു പാർക്ക് പ്രിൻസിപ്പാൾ ഡാർലി സാറ ചെറിയാൻ, സജന ആസാദ്, ശബാല ചന്ദ്രൻ, ലിമ KC എന്നിവർ സംസാരിച്ചു. CCST കോളേജിന്റെ ആഡ് ഓൺ കോഴ്സിന്റെ ഭാഗമായി ലണ്ടൻ കോളേജ് ഓഫ് ടീച്ചേഴ്സിന്റെ സർട്ടിഫിക്കറ്റോടുകൂടിയ മോണ്ടി കിഡ്സ് മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സാണ് സെന്ററിൽ നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മലപ്പുറം ജില്ലയിലെ 2 സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം. സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തും. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജു അപ്സര. അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂട്യൂബ് വ്ളോഗേഴ്സായ ബുൾ ജഡ്ജ് സഹോദരങ്ങൾ സഞ്ചരിച്ച കാർ ചെറുപ്പളശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ടു. കുടുംബസമേതം സഞ്ചരിച്ച കാർ എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 6 പേർക്ക് പരിക്ക്. പട്ടാമ്പിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. മണ്ണാർക്കാട് മേഖലയിൽ നേന്ത്രക്കായ ഉൽപാദനത്തിൽ വൻ ഇടിവ്.
കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും തിരിച്ചടിയായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉൽപ്പാദനത്തിൽ 200 ടൺ കുറവുണ്ടായെന്ന് കർഷകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.